നമസ്കാരം. പാകിസ്ഥാൻ ഭീകരവാദ ആക്രമണം കൊണ്ട് അത്യധികം കഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിലായിക്കോട്ടെ, POKയിൽ അവരുടെ ഭീകരവാദികൾ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ പാകിസ്ഥാൻ ദയനീയമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കടം കൊടുക്കുവാൻ പോലും പാകിസ്ഥാന് ആരുമില്ല. ഇന്ധനം വാങ്ങുവാൻ കയ്യിൽ കാശില്ല. ചെന്നുപെട്ട പശ്ചിമേഷ്യൻ ചർച്ചയാണെങ്കിൽ, സമാധാന ചർച്ചയാണെങ്കിൽ അതിൻ്റെ മധ്യസ്ഥ ശ്രമമാകെ പരാജയപ്പെടുകയും ചെയ്തു. ഇത്തരമൊരു അവസ്ഥയിൽ കൂടിയാണ് പാകിസ്ഥാൻ നിലവിൽ കഴിഞ്ഞു പോകുന്നത്. ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണം, ബലൂചിസ്ഥാനിലെ പാക് ആർമിയും അവരുടെ കുടുംബവും സഞ്ചരിച്ചിരുന്ന ട്രെയിനിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 24 പേരാണ് കൊല്ലപ്പെട്ടത്. ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ വച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 3 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മരിച്ചത്. അതിനു മുന്നേ 2 പേർ. ഇത്തരത്തിൽ ആക്രമണങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒരു പ്രവശ്യയാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ ആർമി നിരന്തരം ഈ ബലൂചിസ്ഥാനികളെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെയൊക്കെ പകരം വീട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തിരിച്ചവരാക്രമിക്കുവാൻ തുടങ്ങിയത്. ആദ്യം സർക്കാരായിരുന്നു ഇവരെ കഷ്ടപ്പെടുത്തിയിരുന്നത്. അവർക്ക് വേണ്ട രീതിയിലുള്ള സാമ്പത്തിക സംവിധാനമോ സാമ്പത്തിക സഹായമോ പാകിസ്ഥാൻ സർക്കാർ കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അവരുടെ സുരക്ഷയ്ക്കോ അവരുടെ സാമ്പത്തികമായ പുരോഗതിക്കോ അവർക്ക് വേണ്ടിയിട്ടുള്ള റോഡ് നിർമ്മാണത്തിനോ അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് യാതൊരു രീതിയിൽ ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത വികസന മുരടിപ്പ് നേരിടുന്ന ഒരു പ്രവശ്യയായി ബലൂചിസ്ഥാൻ മേഖല മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സഹായം ചെയ്യുന്ന ഒരു പ്രദേശവും ബലൂചിസ്ഥാനാണ്. അത്തരത്തിലുള്ള പ്രദേശത്തെ നിരന്തരം ദ്രോഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പാകിസ്ഥാനിൽ നിന്ന് അകലുകയുണ്ടായി. ഭാരതത്തോടാണ് അവർക്ക് ഏറെ അടുപ്പം. കാരണം ഇവിടെ പഹൽഗാമിൽ ഭീകരവാദികളുടെ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യക്കൊപ്പം മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് ബലൂചിസ്ഥാനിലെ സ്ഥലവാസികളും ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ബലൂചിസ്ഥാൻ നിവാസികൾ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഭാരതത്തോട് വളരെ സ്നേഹവും കൂറും അടുപ്പവും ഒക്കെ പുലർത്തുന്ന ഒരു പാകിസ്ഥാൻ പ്രവശ്യയാണ് ഈ മേഖല. ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള ഇത്തരത്തിലുള്ള ആ മേഖലയിൽ ഒതുങ്ങിക്കൂടുന്ന പ്രശ്നങ്ങൾ POKയിലേക്കും ബാധിക്കുന്നതാണ്. അവിടുത്തെ സാധാരണക്കാർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം അവിടെ മൊത്തവും ഭീകരവാദികളുടെ ഒരു താവളമാണ്. ഭീകരവാദികൾ നിരന്തരമായി ഈ മേഖലയെ ഉപയോഗിക്കുന്നത് അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾക്കും മറ്റുമാണ്. അവിടെയുള്ള കുറച്ച് മനുഷ്യരെ അടിമകളെ പോലെയാണ് ഈ ഭീകരവാദികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ബലൂചിസ്ഥാൻ ആർമിയുടെ പ്രവർത്തനം ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ആർമി ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി POKയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും POKയും ഒട്ടും സുരക്ഷിതമല്ല. പ്രത്യേകിച്ചും ഈ അജ്ഞാതരുടെ ആക്രമണമൊക്കെ, ഹംസ ബുർഹാനൊക്കെ ബലൂചിസ്ഥാനിൽ ഹംസ ബുർഹാൻ ഈ മേഖലയിൽ POK മേഖലയിൽ വച്ചിട്ടാണ് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത്. നിരന്തരം ഭീകരവാദികൾ ഈ മേഖലയിൽ വെച്ച് വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ, വലിയ തലവേദനയാണ് ബലൂജ് ആർമി പാകിസ്ഥാൻ്റെ ആർമിക്കും പാകിസ്ഥാൻ്റെ സർക്കാരിനും വരുത്തി വച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആ മുറിവുണങ്ങാതെ പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഭയന്നിട്ടാണെങ്കിലും പഞ്ചാബിൻ്റെയും ലാഹോറിൻ്റെയും പ്രദേശങ്ങളിലുള്ള ചില സ്ഥലങ്ങളുടെ പേരുകൾ ഹിന്ദു നാമങ്ങളാക്കുവാൻ പോലും അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല പേരുകളും ഹിന്ദു നാമങ്ങളാക്കിയിട്ടുണ്ട്. ധർമ്മപുര പോലെയുള്ള പല പ്രദേശങ്ങളുടെയും പേരുകൾ ഹിന്ദു നാമങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് പാകിസ്ഥാൻ. പക്ഷേ ഈ മേഖലകളിലൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു മാറ്റമില്ല. ബലൂചിസ്ഥാൻ മേഖലയിൽ ആവശ്യം വേണ്ട സുരക്ഷാ സംവിധാനമോ സാമ്പത്തിക സഹായമോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ്റെ സഹായത്തോടു കൂടി അവിടെ ആക്രമണം പോലും നടത്തി. ആ ആക്രമണത്തിന് പിന്നിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ തന്നെ അസിം മുനീറാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അസിം മുനീറിന് ഇറാനുമായി IRGCയുമായിട്ടൊക്കെ 2016 മുതൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് മേധാവിയായിരുന്നു അസിം മുനീർ. അങ്ങനെ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി താമസിക്കേണ്ട, അല്ലെങ്കിൽ സുരക്ഷിതത്വം
ഒരുക്കേണ്ട ബലൂചിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നതും. അത് ആ രീതിയിൽ സ്വന്തം പ്രദേശത്തെ, സ്വന്തം രാജ്യത്തിനകത്തെ പ്രദേശത്തെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു മുൻ സൈനിക മേധാവി, ഇപ്പോൾ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന അസീം മുനീർ ഈ തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. ഇറാനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. നേരത്തെ ഈ പശ്ചിമേഷ്യൻ സമാധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില നീക്കങ്ങളിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനായിരുന്നു സമാധാന ശ്രമത്തിൻ്റെ മുൻപന്തിയിൽ നിന്നത്. എന്നാൽ ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ പിന്നീട് അമേരിക്കയോ ഇറാനോ ഉൾപ്പെടുത്താത്തത് പാകിസ്ഥാൻ്റെ ഈ ഭീകരവാദ സ്വഭാവം കൊണ്ടാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും അസീം മുനീറിനെയോ പാകിസ്ഥാനെയോ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തരുത്. കാരണം അസീം മുനീറിന് നേരിട്ട് ഈ ഇറാനുമായി ബന്ധമുണ്ട്. ഇറാനുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈ ശ്രമങ്ങളെയൊക്കെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കും. ഇസ്രായേൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ ഒരു കാരണവശാലും ഈ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്തരുത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഭീകരവാദ രാജ്യമാണ്. പീസ് ബോർഡിൻ്റെ സമയത്ത് പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നതിൽ പോലും ഇസ്രായേൽ തുറന്ന് എതിർത്തിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ വലിയ കഷ്ടകാലത്തിൻ്റെ സമയം തന്നെയാണ്. ഇനി ഉടൻ തന്നെ പിയോക്കയും പാകിസ്ഥാനെ നഷ്ടപ്പെടും, ബലൂചിസ്ഥാനും പാകിസ്ഥാനെ നഷ്ടപ്പെടും. എന്തായാലും പാകിസ്ഥാൻ ഇനി പഞ്ചാബ്, സിന്ധ് പ്രവിശ്യ പോലുള്ള ചില പ്രവിശ്യകൾ മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. ഒരു രാജ്യമെന്ന സ്റ്റാറ്റസ് പോലും പാകിസ്ഥാന് നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ പക്ഷേ ഉടൻ തന്നെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ നേരിടാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതായത് നിരന്തരം ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ ഈ POKയിലും മറ്റുമൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് ബലൂചിസ്ഥാൻ ആർമി തക്കം പാർത്തിരിക്കുകയാണ്. പാകിസ്ഥാനെ കഷ്ടപ്പെടുത്തുവാനും പാകിസ്ഥാനെ ഈ രീതിയിൽ ഛിന്ന ഭിന്നമാക്കുവാനുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.